യന്ത്രം പ്രവർത്തിക്കുന്നതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കാണിക്കുന്നതനുസരിച്ച് കരയിലാണ് ഈ യന്ത്രം ഇരിക്കുന്നത്. അതിൻ്റെ കൈ പുഴയിലേക്ക് ഇട്ടുകൊണ്ട് പരമാവധി അടിത്തട്ടിലേക്ക് പോയി അവിടെ നിന്ന് മണ്ണ് കോരി കരയിലേക്ക് ഇടുന്നു. അതേസമയം തന്നെ മറ്റൊരു മണ്ണുമാന്തി യന്ത്രം കൊണ്ട് ഈ കോരിയിടുന്ന മണ്ണ് ടിപ്പറിലേക്ക് മാറ്റി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ ഈ കൂറ്റൻ യന്ത്രം കൊണ്ട് നടക്കുന്നത്. അതായത് തീരത്ത് തന്നെ ഈ വാഹനം നിർത്തി അവിടെ നിന്ന് യന്ത്രം നിർത്തി അവിടെ നിന്ന് കൂറ്റൻ യന്ത്ര കൈകൾ കൊണ്ട് അടിത്തട്ടിലേക്ക് മാന്തിപ്പോയി മണ്ണ് മാറ്റുന്ന നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. ഈ നേരത്തെ കണ്ട ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന മൺകൂനകളിലല്ല ഈ തിരച്ചിൽ നടക്കുന്നത്. പുഴയോരത്ത് ഈ ലക്ഷ്മൺ നായിക്കിൻ്റെ കട ഇരുന്ന ആ ഭാഗത്താണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഇപ്പോഴത്തെ ഈ പരിശോധന ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുള്ള പരിശോധന നടക്കുന്നത്. മറുവശത്ത് മൺതിട്ടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം സിഗ്നൽ കിട്ടിയ 40 മീറ്റർ ഉള്ള ആ പരിധിയിലുള്ള ആ ഭാഗത്ത് റഡാർ പരിശോധന നടക്കുന്നുണ്ട്. അത് ഡെങ്കി ബോട്ടുകളിൽ NDRFിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയും നാവികസേനയുടെയും കരസേനയുടെയും സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനാണ് പ്രാധാന്യം നൽകിയത്. പക്ഷേ നാഷണൽ ഹൈവേയിൽ ഇപ്പോൾ അത്തരത്തിലില്ല, അങ്ങനെ ഒന്നും അവിടെ ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ മോത്തി പറഞ്ഞതുപോലെ ഇത് മൊത്തം ഇടിച്ചിറങ്ങി പുഴയിൽ ഒരു ദ്വീപുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ദ്വീപുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനൊരു കാരണം എന്ന് പറയുന്നത് വലിയൊരു പാറക്കല്ല്, വളരെ വലിയൊരു പാറക്കല്ല് പൊട്ടിത്തെറിച്ച് വീണത് വന്ന് കിടക്കുന്നത് ഏതാണ്ട് ഈ പുഴയുടെ പകുതിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനെ തടഞ്ഞു നിർത്തുന്ന, ഇത്ര വലിയ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന വിധത്തിലുള്ളൊരു കൂറ്റൻ പാറക്കല്ലിലേക്ക് മറ്റ് നിക്ഷേപങ്ങൾ മണ്ണും ചേറും ഒക്കെ അടിഞ്ഞുകൂടിയിട്ടാണ് അവിടെ അത്തരമൊരു മൺതിട്ട് ഇപ്പോൾ രൂപപ്പെടുന്നത്. അവിടേക്കുള്ള പരിശോധന നടത്തണമെങ്കിൽ അത് കുറച്ചുകൂടി നാളെ കൊണ്ടുവരുന്ന മേജർ ഇന്ദ്രപാൽ രാവിലെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം ശക്തമായി ആ വിധത്തിലൊരു കൂടുതൽ നാളെ കുറച്ചുകൂടി ശക്തമായിട്ടൊരു എവിടെയാണ് ഇത്തരത്തിൽ പുതഞ്ഞു കിടക്കുന്ന ഒബ്ജക്റ്റ് എന്ന് ഒരു ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻറ്റ് ആ വിധത്തിൽ പരിശോധിച്ച ശേഷം ചെയ്യാം എന്നുള്ള പരിശോധന നാളെ നടക്കും. ഇപ്പോൾ ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ മേജർ ഇന്ദ്രപാൽ ഗോവയിലെത്തും. അവിടെ നിന്നുകൊണ്ട് നാവികസേനയുടെയും കരസേനയുടെയും സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും എല്ലാം ഉദ്യോഗസ്ഥരുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തും. ഈ ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം എത്തുന്നു. അപ്പോഴേക്കും ആ യന്ത്രങ്ങളും അതിൻ്റെ ഭാഗങ്ങളും എത്തും. അതിൻ്റെ ബാറ്ററി നാളെ ഉച്ചയോടെ മാത്രമേ കാർവാറിലെത്തുകയുള്ളൂ. കാർവാറിൽ എത്തിയതിന് ശേഷം കാർവാറിൽ നിന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 30-35 കിലോമീറ്ററേ ഉള്ളൂ ഈ പ്രദേശത്തേക്ക്. അവിടേക്ക് അത് കൊണ്ടുവന്നതിന് ശേഷം നാളെ ഉച്ചയോടെ അത്തരത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി എവിടെയാണ് എന്ന് കുറച്ചുകൂടി കൃത്യമായി ഡിറ്റക്ട് ചെയ്ത് കഴിയാൻ അതിനുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ പ്രധാനം ഇന്നത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് മോത്തി.